ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ക്യൂബ് ടെക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോണിൽ സ്റ്റോറേജ് സ്പേസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ടിപ്സുകളാണ്. ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ ആപ്ലിക്കേഷൻ സ്റ്റോറേജ്, ജങ്ക് ഫയൽസ്, ക്യാഷ് മെമ്മറി, അങ്ങനെ ഒരുപാട് അൺവാണ്ടഡ് ഫയൽസ് നമ്മൾ അറിയാതെ സ്റ്റോർ ആവുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒരു പർപ്പസിന് അത് ഡൗൺലോഡ് ചെയ്ത ശേഷം സിമ്പിളായിട്ട് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ ഫയൽസ് ഒരിക്കലും ഡിലീറ്റ് ആവുന്നില്ല, അത് പിന്നെയും നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കൂടുന്ന ഫയൽസുകളാണ് ജങ്ക് ഫയൽസ്, ക്യാഷ് മെമ്മറീസ്, അങ്ങനെ കുറേ അൺവാണ്ടഡ് ഫയൽസ് ഉണ്ടാവും. അതൊക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ ആവശ്യത്തിലധികം സ്റ്റോറേജ് നമുക്ക് ലഭിക്കും. നമ്മളറിയാതെ തന്നെ എത്രയോ GB അതിൽ മുടങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഗൂഗിൾ തന്നെ ഒഫീഷ്യലായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ഫയൽസ് എന്നാണ് പേര്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ച് നമുക്ക് അൺവാണ്ടഡ് ജങ്ക് ഫയൽസ്, അതേപോലെ നമ്മുടെ ഫോണിൽ തന്നെ ഈ വാട്സപ്പിൽ നിന്നൊക്കെ ഒരുപാട് ജങ്ക് ആയിട്ടുള്ള മെസ്സേജുകൾ വന്ന് കിടക്കും. ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളായിരിക്കും. വന്ന മെസ്സേജ് തന്നെ വീണ്ടും 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 നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലുള്ള കണ്ടൻറ്റുകളെ എല്ലാം നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആവശ്യമുള്ളത് മാത്രം നമുക്ക് കീപ്പ് ചെയ്യാം. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്, നമ്മൾ എടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ സെയിം ഫയൽ സെയിം വാട്സാപ്പിൽ 2 പേര് അയച്ചിട്ടുണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അൺനെസസറി ഫയൽസ്. ഇതൊക്കെ ഒരു സിമ്പിൾ ക്ലിക്കിൽ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഫയൽസ് ഗോ. ദെൻ നമുക്കിത് എങ്ങനെയാണ് ഈ ഗൂഗിൾ ഫയൽസ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ പോവാം, ഗൂഗിൾ ഫയൽസ് എന്ന് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ഫയൽസ് എന്ന് ടൈപ്പ് ചെയ്താലും ഫയൽസ് ഗോ അപ്പോൾ ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫയൽസ് ബൈ ഗൂഗിൾ എന്നാണ് അതിൻ്റെ ഇപ്പോഴത്തെ പേര്. ഓൾറെഡി ഇതിന് മുമ്പ് ഫയൽസ് ഗോ എന്നായിരുന്നു ഇതിൻ്റെ പേര്, അതുകൊണ്ടാണ് ഫയൽസ് ഗോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അത് വരുന്നത്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമുക്കിതിൽ കാണാൻ പറ്റും കുറച്ച് ആക്സസ് ചോദിക്കും, കാരണം നമ്മുടെ സ്റ്റോറേജിനാണ് ആക്സസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഫയൽസ് ആക്സസ് കൊടുത്തേ മതിയാവും. അലോ കൊടുക്കുക. അലോ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ നിലവിലുള്ള എല്ലാ ഫയൽസും ഇത് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത ശേഷം ആവശ്യമുള്ള ഫയൽസ് മാത്രം സിസ്റ്റത്തിൽ കീപ്പ് ചെയ്തിട്ട് അൺവാണ്ടഡ് ഫയൽസിനെ ഇത് റിമൂവ് ചെയ്ത് തരും. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിൽ ജങ്ക് ഫയൽ കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇത് ക്ലീൻ ചെയ്യാണ്. കൺഫേം ആൻഡ് ഫ്രീ ആപ്പ് കൊടുക്കുന്നുണ്ട്. 364 MB അന്ന് ക്ലിയർ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ജങ്ക് ഫയൽസ് പോയി. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ആയാലും വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും എല്ലാ ഫയൽസിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് നമുക്ക് ഉണ്ടാവും. നമുക്കത് കാർഡ്സ് പോലെ സ്വൈപ്പ് ചെയ്യാനും അൺഡോ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആപ്പ് സ്പേസ് കൊടുക്കുക. ഇവിടെ സെലക്ട് ഓൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമ്പോൾ ഇതിൽ ഏതൊക്കെ ഫയൽസ് ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത് അത് മാത്രം സെലക്ട് ആവും. അത് നമ്മളോട് ഡിലീറ്റ് കൊടുക്കാം. ഡിലീറ്റ് 6 ഫയൽസ്. നമ്മളറിയാതെ നമ്മുടെ വാട്സപ്പിൽ നിന്ന് വരുന്ന ഒന്നിൽ കൂടുതൽ ഒരേ അക്കൗണ്ടിൽ നിന്ന് വരുന്ന സെയിം മെസ്സേജുകൾ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അൺനെസസറി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, വാട്സപ്പ് മീഡിയ, വാട്സപ്പ് വീഡിയോസ്, അൺയൂസ്ഡ് ആപ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും പക്ഷേ യൂസ് ചെയ്യില്ല കുറേ ദിവസമായിട്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് മൊത്തം നമുക്കൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഡൗൺലോഡ് ഫയൽ, ലാർജ് ഫയൽ നമുക്കൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഇതിൽ 3 ഫീച്ചർ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല ബ്രൗസ് ചെയ്യാനും നമ്മുടെ എല്ലാ ഫയൽസ് ആക്സസ് ചെയ്ത് നോക്കാനും ഇതിൽ പറ്റും. മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇത് ഷെയർ ചെയ്യാനും കൂടി പറ്റും. നമ്മുടെ എക്സ്റ്റെൻഡർ, ഷെയർ ഇറ്റ് പോലെയുള്ള ഫയൽസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഇതിൽ സാധിക്കും. മറ്റൊരു ഫോണിൽ ഗൂഗിൾ ഫയൽസ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് റിസീവ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുമ്പോൾ എല്ലാ ഫയൽസും ആക്സസ് ആവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ വാല്യുബിൾ ഇൻഫർമേഷൻ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.